വോച്ചോരി ആക്രമണവുമായി വന്നതാണ് രാഹുൽ ഗാന്ധി. പക്ഷെ അത് ആക്രമണമൊന്നും ആയില്ല, അതൊരു മാന്തൽ പോലും ആയില്ല എന്നുള്ളതാണ് എല്ലാവരും തിരിച്ചു കൊടുത്ത ഒരു മറുപടി. ഇതോടുകൂടി മൂപ്പര് മലേഷ്യക്ക് പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. മറ്റ് വിദേശങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ ജനാധിപത്യം തകർന്നു എന്നുള്ളത് പറയുകയും തിരിച്ച് അതേ ജനാധിപത്യ രാജ്യത്ത് വന്നുകൊണ്ട് സുഖമായി ഉറങ്ങുകയും ചെയ്യുന്ന രാഹുലാണ്. പക്ഷേ ഇതിനിടയിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു ചെക്ക് വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ അതിൽ തന്നെയാണ് ഏറ്റവും വലിയ ചെക്ക് വെച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. എന്താണ് സാർ അതിന്റെ കൂടുതൽ വിശദാംശം? ഇലക്ഷൻ കമ്മീഷന്റെ പോരായ്മകൾ, അത് ഏറ്റവും വലിയ ഈ ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ലോകത്തിൽ ഏറ്റവും വലിയ സുതാര്യമായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ലോകം കഴിഞ്ഞ 80ഓളം ലോകരാജ്യങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ ഇലക്ഷനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ സമയത്തൂടെ വന്നതാണ്. കാരണം ഇത്രയും ഒരു 140 കോടി ജനം, അതിനകത്ത് 100 കോടി ജനത്തിനകത്ത് വോട്ട് ചെയ്യുന്നൊരവസ്ഥ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിനകത്ത് പ്രശ്നങ്ങളില്ലാതെ സുതാര്യമായിട്ട് മറ്റു പല സമയങ്ങളിലും ഈ പറയുന്ന പലതും ബൂത്ത് പിടുത്തവും അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആക്രമണവും മറ്റു പല രീതികളും ഒക്കെ നടന്നതിന് ഓരോ കൊല്ലം കഴിയുന്തോറും ഇതൊന്നും ഇല്ലാതെ ചിട്ടയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് പഠിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഈ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ പറയുന്നത് പോലെ വാർത്തയാക്കി ഇവിടുത്തെ ജനാധിപത്യ അട്ടിമറിയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയല്ല വരുന്നത്. അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ട്, അല്ലെങ്കിൽ വോട്ടിങ്ങിൽ ക്രമക്കേടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് പത്രസമ്മേളനം നടത്തുക, ജാഥ നടത്തുക, അത് വലിയ വലുപ്പത്തിൽ ഇന്ത്യക്കകത്ത് പറയുക, ഇന്ത്യക്ക് വെളിയിൽ പോയി പറയുക. ഇതിനകത്ത് തെളിവുകൾ ചോദിക്കുമ്പോൾ വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കാണുന്നത്. ഇതാണ് രേഖ. ചങ്കരാടി ഒരു സിനിമയ്ക്കകത്ത് രേഖ എൻ്റെ കയ്യിലുണ്ടെന്ന് ചോദിച്ചാൽ കൈവൊക്കെ കാണിച്ച പോലുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇയാൾ അപഹാസ്യനാകുന്നു. പക്ഷേ അത് ലോകത്തിനകത്ത് ഇദ്ദേഹത്തിൻ്റെ വലിപ്പം ഇപ്പം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്നാണ്. ഇന്ത്യക്കുള്ള വലിപ്പം അറിയാമല്ലോ. അപ്പം ഏത് പോങ്ങനായാലും ആ പ്രതിപക്ഷ നേതാവിനും ആ വലിപ്പമുണ്ട്. അല്ലെങ്കിൽ അത് അയാൾ പറയുന്ന കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കും. 2 തരത്തിൽ വാർത്തയാക്കും. ഒന്ന്, ഇയാൾ പറയുന്നത് കൊണ്ട് വാർത്തയാക്കും. 2, ഇന്ത്യയെ ഇകഴ്ത്താൻ വേണ്ടി വാർത്തയാക്കും. അല്ലെങ്കിൽ വാർത്തയാക്കുന്നത് എങ്ങനെ, ഇദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞു, പക്ഷേ അതിൻ്റെ വാസ്തവം ഇതാണ്. അങ്ങനെ എഴുതത്തില്ലല്ലോ. സിന്ദൂർ സമയത്ത് നമ്മളുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പറഞ്ഞു വിമാനങ്ങൾ, ഈ വാർത്തയാണ് വന്നത്. എന്നാൽ അതങ്ങനെയല്ല. പാകിസ്ഥാൻ പറഞ്ഞു വിമാനങ്ങൾ വീഴ്ത്തിയെന്ന്. പക്ഷേ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വിമാനങ്ങൾ വീഴ്ത്തിയില്ല എന്നാണല്ലോ എഴുതേണ്ടത്. പക്ഷേ അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ ചെയ്തില്ലല്ലോ. കാരണം മാധ്യമങ്ങൾക്കുൾപ്പെടെ അജണ്ടയുണ്ട് ഇന്ത്യ ഇകഴ്ത്തുന്നതിന് വേണ്ടി. പിന്നെ നമ്മൾ വ്യക്തത കൊടുത്തി പറഞ്ഞപ്പോഴാണ് ആ കാര്യം. ഇപ്പം ഞാൻ ഈ വാർത്തകളെ പറ്റി പറയുന്ന കാര്യം പറഞ്ഞു. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് അവിടെ കള്ളയോട്ട് അവിടെ ഈ പറയുന്നത് പോലെ നീക്കം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 7.42 കോടി വോട്ടർമാരാണ് ഏറ്റവും അവസാനം വന്നിട്ട്. ആദ്യം നമ്മൾ പരിശോധിച്ചപ്പോൾ വിവാദമായിട്ട് വന്ന് 66 ലക്ഷം പേരെ കരട് വോട്ടർ പട്ടികയിൽ വന്നപ്പോൾ നീക്കം ചെയ്തു. ശരി, 66 ലക്ഷം പേരെ അന്ന് നീക്കം ചെയ്തിരുന്നു. പിന്നെ അതിനകത്ത് ഈ നീക്കം ചെയ്ത കാരണങ്ങൾ പരിശോധിക്കാൻ, അല്ലെങ്കിൽ നീക്കം ചെയ്തതിൻ്റെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പരിശോധനയ്ക്ക് നമുക്ക് ഇപ്പോൾ ഏതാണ്ട് വളരെ കുറച്ച്, ഏതാണ്ട് 4 എനിക്ക് തോന്നുന്നു 7 ലക്ഷം പേരെ എങ്ങാണ്ട് നീക്കം ചെയ്തിട്ടുണ്ട്. അവർ രോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശിലും ഒക്കെ ആയിരുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ നീക്കം ചെയ്തിടത്ത് നേരത്തെ ജയിച്ചുകൊണ്ടിരുന്നത് ഒവൈസിയുടെ പാർട്ടിയായിരുന്നു. ഈ പാർട്ടി, ഈ പറയുന്ന കക്ഷികൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പാർട്ടി പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം ഇറങ്ങിയത് വേറെ ലക്ഷ്യം വെച്ചും വേറെ ഇന്ത്യയെ വീഴ്ത്തുന്നതിന് വേണ്ടി. പക്ഷേ ഇത് പുള്ളിക്ക് തന്നെ അവിടെ അടിമേടിച്ചു. കാരണം ഇത് ഈ രീതിയിലേക്ക് ഇന്ത്യക്കകത്തുള്ള അല്ലാത്തവനെ ആ ജാതകം അങ്ങനെയാണ്. പുള്ളി ഇറങ്ങും, പുള്ളിക്ക് അടിമേടിക്കും. അത് വടിയെടുത്തുകൊണ്ട് വടി വെട്ടി കൊടുക്കും, വല്ലവൻ്റെ കയ്യിൽ അടി കൊടുക്കാൻ. അപ്പോൾ അവിടെ പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ രോഹിംഗ്യ മുസ്ലിങ്ങളുടെ വോട്ടും ബംഗ്ലാദേശികളുടെ വോട്ടും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ അങ്ങോട്ട് മാറ്റി. അപ്പം മാത്രമല്ല ഇനിയും ഇരട്ട വോട്ടും മാറ്റിയിട്ടുണ്ട്. ഇനിയും കള്ളവോട്ടിന് സാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന ബീഹാർ പോലുള്ള സംസ്ഥാനം അവിടെ കള്ളവോട്ടിന് പ്രാപ്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? കള്ളവോട്ട് ചെയ്യാൻ വരുന്നവന് ഈ ലോകത്ത് പല രാജ്യങ്ങളും ഈ പറയുന്നത് പോലെ മതാചാര പ്രകാരമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം സൗദി പോലും ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ ബുർക്കയോ ഈ മുഖത്തോട്ടിട്ടുള്ള സാധനം ബുർഖ നിരോധിച്ചേക്കുക. കാരണം എന്ത് ക്രിമിനൽ ഒഫൻസും ചെയ്യുന്നതിന് വേണ്ടി ഈ സാധനം ഇട്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങിയാൽ ഇത് ആരും പൊക്കി നോക്കത്തില്ല. അപ്പോൾ ഇത് പൊക്കി നോക്കിയാൽ എന്താണെന്ന് പറയുക, ലോകത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലോകം അസ്തമിക്കുക. കാരണം വലിയ മത നിന്നയാണ് എന്നുള്ള രീതിയിലേക്ക് വയ്ക്കാൻ. ഇത് ഈ വളരെ കുറഞ്ഞ കാലം കൊണ്ട് വന്നൊരു സാധനം. ഇതിനു മുമ്പ് ഈ മുസ്ലിം വേഷം പോലും ഇങ്ങനെയല്ലായിരുന്നു. പാരമ്പര്യമായിട്ട് പുറകോട്ട് പരിശോധിച്ചാൽ മനസ്സിലായി ഈ ഇടയ്ക്ക് വന്നേ. അപ്പം ഇത് അവിടെ വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്.
കള്ള വോട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകൾ എന്ന വ്യാജേന പുരുഷന്മാർ പോലും ബുർക്ക ധരിച്ച് ഒരുപക്ഷെ അവിടെ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പൊക്കി നോക്കാനൊന്നും പറ്റത്തില്ല, വലിയ വിഷയം. അവിടെ തന്നെ അടിയും പ്രശ്നങ്ങളും ഒക്കെ ആവും. ഇപ്രാവശ്യം ആളിനെ നിർത്തിയിട്ടുണ്ട്. പൊക്കി നോക്കിയിട്ട് വിട്ടാൽ മതി, മനസ്സിലായില്ലേ? പൊക്കി നോക്കി അത് ഈ ആള് ഇന്ന ആളാണോ എന്ന്, ഫോട്ടോയിൽ കാണുന്ന മുഖമാണോ എന്ന് ബോധ്യപ്പെട്ട് ആളിനെ മാറ്റി അംഗൻവാടി ജീവനക്കാരെ ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കളർ ഫോട്ടോ സ്ഥാനാർത്ഥികളുടെ പതിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. അതുപോലെ ഓരോന്നിനും പഴുത് കളർച്ചുള്ള കാര്യം. അതുപോലെ ചില മേഖല, ബീഹാർ മേഖല നമ്മൾ പറയാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഇപ്പോഴും പുറകോട്ട് നിൽക്കുന്ന സംസ്ഥാനവും പ്രാകൃതമായിട്ടുള്ള ആൾക്കാരുള്ള സംസ്ഥാനവും വിദ്യാഭ്യാസം കുറവുള്ള സംസ്ഥാനവും ഒക്കെ പുരോഗതിയിൽ ഊന്നി വരുന്നേ ഉള്ളൂ. ആ പാർട്ടിയാണ് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ഇരിക്കുന്നത്. വിദ്യാഭ്യാസവും സ്കൂളും വന്നാൽ എനിക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തില്ലെന്ന് ഒരു ഇന്റർവ്യൂവിൽ ലാലു പ്രസാദ് മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ ചോദിച്ചു. അവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു മാധ്യമമാണ്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല, റോഡും ഇല്ല, സ്കൂളിലും ചോദിച്ചു അവർക്ക് വന്നാൽ എനിക്ക് പിന്നെ അധികാരത്തിൽ വരാൻ പറ്റും. അയാൾ പച്ചയായിട്ട് പറഞ്ഞത്. ഇപ്പം അതിനകത്തൊന്നും നിതീഷ് കുമാർ വന്നതിന് ശേഷം ഇപ്പം എന്നാലും അത് വളർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പല സ്ഥലങ്ങളിൽ വണ്ടി ചെല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ 250 ബൂത്തുകളും ദിയാറ മേഖലയിൽ 250 ബൂത്തുകളിൽ കുതിരപ്പുറത്താണ് ഈ പറയുന്ന സംവിധാനങ്ങൾ, അല്ലെങ്കിൽ പോലീസിനെ മറ്റ് സാധനങ്ങൾ. അതുപോലെ വേറെ ചില ബൂത്തുകളിലേക്ക് ഈ പറയുന്ന പോലീസിനും അതുപോലെ ഈ പറയുന്ന നിരീക്ഷണ സംവിധാനത്തിനും അല്ലെങ്കിൽ പട്ടാളം പോലെയുള്ളവർക്കും നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനൊക്കെ ചെല്ലാൻ പറ്റുന്നതിന് ബോട്ടിംഗ് ഏതാണ്ട് 197 ബോട്ടിംഗ് സംവിധാനം ഉപയോഗിക്കുന്നു. ഏതാണ്ട് വലിയ വലിപ്പത്തിൽ, അതായത് ഈ പറയുന്ന തുണി പൊക്കി നോക്കി പരിശോധന നടത്തി അവിടെ ഇലക്ഷൻ നടത്തിയാൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്ന ഒരാളാണ് ഈ വോട്ട് ചോരി യാത്രയ്ക്ക് വേണ്ടി ഇപ്പം നടന്നത്. കാരണം അവിടെ ഈ പറയുന്ന വോട്ട് ഇന്ത്യക്കകത്തല്ലാത്ത വോട്ട്, ബംഗ്ലാദേശികളുടെ വോട്ട്, രോഹിംഗ്യങ്ങളുടെ വോട്ട്, ഈ പറയുന്ന വോട്ടും കള്ള വോട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഖിലേഷ് യാദവ് അല്ല, തേജസ്വി യാദവിന് വേണ്ടിയും ലാലുവിന് വേണ്ടിയും അതിൻ്റെ കൂടെ ചാരിയിരിക്കുന്ന കോൺഗ്രസിന് വേണ്ടിയും ഒക്കെയാണ്. ഇപ്പം ഇദ്ദേഹം ഇറങ്ങി ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പവുമില്ലാതെ സുതാര്യമായിട്ട് ജനാധിപത്യ സംവിധാനത്തെ വലിയ വലിപ്പത്തിൽ ഊന്നിപ്പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യത്തിനകത്ത് പ്രശ്നമുണ്ട്, വിഷയമാണ്, അതിൻ്റെ കെയർ ഓഫിൽ വലിയൊരു കലാപോയിൻ്റെ പുറയിൽ പുള്ളി ഓപ്പറേറ്റ് ചെയ്തത്. കാരണം സിന്ദൂറിന് ശേഷം ബോർഡറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെ സഹായിക്കുന്നതിന് വേണ്ടി, ഇപ്പം ബീഹാറിലൊരു പ്രശ്നമുണ്ടായ ബോർഡറിലാണ്, ഇതിനകത്ത് ആഭ്യന്തര വിഷയം ഉണ്ടായ പാകിസ്ഥാനകത്തുനിന്ന് വീണ്ടും ഈ പറയുന്നത് പോലെ ഭീകരന്മാർക്കും ഈ ഒക്കെ നുഴഞ്ഞു കയറാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. മാത്രമല്ല ആ കലാപത്തിന് അവരുടെ വലിയ സഹായം വരും. ആ രീതിയിലേക്ക് ഒരു കലാപം അവിടെ ഓപ്പറേറ്റ് ചെയ്ത് അതിനുവേണ്ടിയുള്ള ഈ പറയുന്ന പുറത്താക്കിയ ബംഗ്ലാദേശികളെയും അല്ലെ രോഹിംഗ്യങ്ങളും ഒക്കെ കൂടിയതാണ്. പക്ഷേ അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് നടക്കുന്നത്. ഇനി ഇതേപോലെ വലിയ രീതിയിലേക്കുള്ള ഒരു കലാപം ഉണ്ടാവാൻ സാധ്യതയുള്ള സംസ്ഥാന പശ്ചിമ ബംഗാൾ ഇപ്പം നേരത്തെ BJPയുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ നിന്നുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കളെയും ജൈനന്മാരെയും അല്ലെങ്കിൽ ബുദ്ധന്മാരെയൊക്കെ ഈ ഇതുണ്ടല്ലോ പൗരത്വ ഭേദഗതി ആപ്ലിക്കേഷൻ മേടിച്ചിട്ട് ബാക്കിയുള്ളവരെ പുറത്താക്കുന്നുണ്ട്. അവിടെയും 6-7 ജില്ലകളിൽ ഈ പറയുന്ന പോലെ രോഹിംഗ്യൻസും ബംഗ്ലാദേശികളും ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അവിടെ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന പശ്ചിമ ബംഗാളിലുള്ളവരെ ആട്ടി ഓടിച്ചിരിക്കുകയാണ്. അവിടെ ഏതാണ്ട് 50ഓളം നിയമസഭാ സീറ്റുകളുണ്ട്. ഇതെല്ലാം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ നേരത്തെ തന്നെ വിഷയം അവിടോട്ട് ചെല്ലുമെന്ന് കണ്ടുകൊണ്ട് അവർ പറഞ്ഞു ഈ പറയുന്ന പോലെ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെ എല്ലാം രാജ്യവ്യാപകമായിട്ട് അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു ബംഗാളി ഭാഷയെ പിടിച്ചുകൊണ്ടൊരടി എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ളവൻ ഇവിടെ 10 ദിവസം നിന്ന് ബംഗാളി ഭാഷ സംസാരിക്കും. അപ്പോൾ ബംഗ്ലാദേശികളെ പിടിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. അത് അവരെ പിടിക്കുമ്പം ഇങ്ങനെ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് വിഷയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ഇപ്പം തന്നെ ഈ പറഞ്ഞ മുമ്പേ നമ്മൾ ടോക്കിനകത്ത് ചർച്ചയുള്ള കലാപങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഈ സമയത്തും ഇനി ദീപാവലി സമയത്തും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഇവിടെ ബംഗ്ലാദേശ്, ഒഡീഷ കഴിഞ്ഞാൽ ബംഗ്ലാദേശ് അല്ല ബംഗ്ലാദേശിലും ഉണ്ടാവും. അപ്പം അതിൻ്റെ പ്രൊമോട്ടർ ആരാന്നറിയാം, ഈ പറയുന്ന ദീദിയാണ് അവരാ. പക്ഷെ ഇപ്പോൾ അവരതിനകത്ത് പിടിച്ചു നിൽക്കുക. ഇലക്ഷൻ ഉടനെ വരുന്നുണ്ട്. കാരണം അവിടെ ഹിന്ദുക്കളും ഇപ്പം നല്ല വൃത്തിയായിട്ട് ചേരിയിരിക്കും. അവിടുത്തെ ഹിന്ദുക്കളും അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള മുസ്ലിങ്ങളും പറയുന്നത് ഇവിടുത്തെ കടന്നുകയറ്റക്കാരെ ഒഴിവാക്കണം. കാരണം അവരുടെ ആനുകൂല്യങ്ങൾ മൊത്തം പോവുക, അവരുടെ പ്രദേശങ്ങൾ മൊത്തം പിടിച്ചെടുക്കുക. ഇവർ വലിയ ക്രിമിനൽസാണ്, ഇതിന് വേണ്ട സഹായം ഇവർ കൊടുക്കുക. അപ്പോൾ അവരെ പുറത്താക്കുന്നതിൻ്റെ അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഉണ്ടാവേണ്ട ഈ പ്രശ്നം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദീപാവലിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ വിജയദശമി സ്ഥലത്തും ഒക്കെ ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് വേണ്ട കോപ്പ് കൂട്ടലും സഹായങ്ങൾ ചെയ്തു കൊടുത്തതുമായിട്ടുള്ള ആൾ ഇപ്പോൾ അവരവിടെ പിടിച്ചു നിർത്തുകയാണ്. ഈ കലാപം അവർക്ക് നാളെ കാലത്തെ ഇലക്ഷനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക്. ഞാനീ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ
കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിനും ഇന്ത്യയെ സുരക്ഷിതമായിട്ട് പിടിച്ചു നിർത്തുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യയെ ഈ പറയുന്ന ശത്രുക്കൾ ആക്രമിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ ചെയ്യുമ്പോൾ സ്വാർത്ഥ താല്പര്യക്കാർ ഇതുപോലെ അല്ലെങ്കിൽ ഇവരെ വെച്ച് ഇന്ത്യയെ ഛിന്നഭിന്നമാക്കാൻ നിൽക്കുന്ന ആൾക്കാർ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇതിന് വേറെ വ്യാഖ്യാനം നൽകി സമരത്തിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് 2002 തോന്നുന്നു ഇതിനു മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ഇതുപോലെ ഒരു അല്ലെങ്കിൽ ക്ലിയറിങ് വരുത്തിയത്. അതിനുശേഷം ഇപ്പോഴാണ് 2002 എനിക്ക് ഡേറ്റ് കറക്റ്റ് ആയിട്ടില്ല, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. അല്ലെങ്കിൽ അതിനകത്ത് പറ്റി 2002 ഇപ്പം വരുന്നത്. ഇനിയിപ്പോൾ 2029 ഈ പറയുന്ന പാർലമെൻറ്റ് അല്ലെങ്കിൽ മണ്ഡല പുനർനിർമ്മാണം അതിനും ഇത് സഹായമാകുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. ഏതായാലും മുണ്ട് പൊക്കി നോക്കിയുള്ള പരിശോധന പപ്പുവിന് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. അദ്ദേഹം അതിൻ്റെ പുറകെ ഒരു മതവും ജാതിയും പ്രശ്നവും സംവിധാനവും അല്ലെങ്കിൽ ഈ പറയുന്ന മതസ്വാതന്ത്ര്യവും ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും മുണ്ട് പൊക്കി പരിശോധിക്കുന്നത് പപ്പുവിന് ബുദ്ധിമുട്ടുണ്ടാക്കും. പപ്പു പെടും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.